അന്നക്കുട്ടിയുടെ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ട് ന്യൂസിലാൻഡിൽ നിന്നൊരു ക്ലയൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തു. അവരുടെ കുമളിയിലുള്ള റിലേറ്റീവിന് വേണ്ടിയിട്ടാണ്. 2 ദിവസം ടൈമുള്ളൂ. 2 ദിവസം കൊണ്ട് ഇത് സെറ്റ് ചെയ്ത് അവിടെ എത്തിക്കണം. ഇത്രയും ഷോർട്ട് ടൈമിൽ നമുക്കിത് കൊറിയറിലൊന്നും അവിടെ എത്തിക്കാൻ പറ്റില്ല. രണ്ടും കൽപ്പിച്ച് നമ്മൾ വർക്ക് ഏറ്റെടുത്തു. ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഒരു ഷേപ്പിൽ ഈ ഒരു കാർഡ് ഇതെങ്ങനെ ബോക്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. വർക്കൊക്കെ ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ഇനി ഇത് അവരുടെ കയ്യിൽ കിട്ടുന്നവരെ നമുക്കൊരു ടെൻഷനാണ്. ഇത്തവണയും നമ്മൾ പ്രൈവറ്റ് ബസ്സിനെയാണ് ആശ്രയിച്ചത്. അവർ വളരെ സേഫായിട്ട് അത് അവിടെ എത്തിക്കുമെന്ന് നമുക്കറിയാം. ഒന്നും നോക്കിയില്ല, നേരെ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വിട്ടു. കുമളിക്കുള്ള പ്രൈവറ്റ് ബസ്സിൽ കയറ്റി ഇതെല്ലാം സേഫാക്കി വെച്ചു. കണ്ടക്ടർ പറഞ്ഞ് ഏൽപ്പിച്ചു. ഇതുപോലുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ഫിനിഷ് ചെയ്ത് ക്ലയൻറ്റിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ക്ലയൻറ്റിന് ഇത് കിട്ടി എന്നുള്ള മെസ്സേജ് വന്നു. അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് കേട്ട് നോക്ക്. കാർഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഒക്കെ ആയിരുന്നു. നല്ല റിസോർട്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല പോസിറ്റീവ് ഫീഡ്ബാക്ക് അതിനെപ്പറ്റി പറഞ്ഞ് ഒത്തിരി താങ്ക്സ്. ഒത്തിരി പേര് അന്വേഷിക്കുകയും ചെയ്തു ഇവിടുന്ന് അങ്ങനെ ചെയ്തതെന്നൊക്കെ. അപ്പം ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. നമ്മളൊരു കസ്റ്റമറെയും നിരാശരാക്കി വിടാനായിട്ട് ശ്രമിക്കില്ല. പരമാവധി എല്ലാ വർക്കും നമ്മൾ ഏറ്റെടുക്കും. വലിയൊരു ലാഭം എന്ന രീതിയിൽ കണ്ടിട്ടൊന്നുമല്ല. ഈ ഒരു വർക്കിനോടുള്ള ഒരു പാഷൻ, അത് ചെയ്യുമ്പോഴുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ റിട്ടേൺ ഗിഫ്റ്റുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യുക, ആവശ്യമുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുക, നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.